ദോശ ഉണ്ടാക്കാമെന്ന് വെച്ചു. പക്ഷേ അയ്യോ എന്തുവാ ഞാനൊത്തി ചാക്ക് കെട്ടായി കൊണ്ടുവന്നു. അത് ബെൽറ്റാണോ? ബെൽറ്റോ ഇതോ? അല്ല, മറ്റേ സാധനം തൂക്കുന്നത്. അതോ? ഓക്കെ ഓക്കെ. ഞാൻ വരുന്ന എൻ്റെ ദോശ കരിഞ്ചാച്ച്. അയ്യോ വരുന്നില്ലേ? ശാന്തവി രാവിലെ എണീറ്റിട്ട് കട പൊട്ടിക്കുന്ന മണം വന്നപ്പോൾ എന്താണെന്ന് ചോദിച്ചിട്ട് പിന്നെ കിടന്നിട്ട് യാതൊരു അറിവുമില്ല. ഇതിന് ഇത്ര നേരമായിട്ട് എണീറ്റില്ല. എണീറ്റ് വണ്ടി വരും വെച്ച് കേട്ട് അങ്ങനെയുള്ള സമയമൊക്കെ അല്ലാതെ അവൾ എണീക്കുന്നു. ആമസോണാണോ നിർത്തത്? കപ്പത്ത കണ്ടെന്നോ? കാണിച്ചില്ലല്ലോ. എവിടെ പിടിച്ചേക്കുന്നത്? 100 ഗ്രാം. എത്ര ഉള്ളി കപ്പ് എടുത്തോട്ടെ? ഒന്നുകൂടെ വെച്ച്. ഇനി ഒന്ന് വെച്ച്. അല്ല, ഇനി ഇച്ചിരി വെള്ളം ഒഴിച്ചത്. ചായ ഒഴിച്ചിട്ട് വെച്ചു. നൂറ്റി 61 ഗ്രാം ചായ ഉണ്ട്. എത്ര ഗ്രാം പഞ്ചസാര ഉണ്ടെന്ന് അറിയാൻ പറ്റുമല്ലോ? അറിയത്തില്ല. സൂപ്പർ. അതല്ലോടാ ദോശ. ദോശയാണോ പിന്നെ ഉണ്ടാക്കുന്നത് ചോദിച്ചത്? അത് ഭയങ്കരമായിട്ട് 9 മണി കഴിയുമ്പോഴാണ് എഴുന്നേറ്റിരുന്നത്. നിന്റെ ചേച്ചി ഇപ്പോഴും എഴുന്നേറ്റില്ല. അവൾ 6 മണിയാകുമ്പോൾ എഴുന്നേക്കാന്ന് പറഞ്ഞിട്ടുള്ളൂ. സിനിമ ബ്രഹ്മാസ്ത്ര കണ്ടുകൊണ്ട് കിടന്നു. അത് കുഴപ്പമില്ല. അവളെപ്പോൾ എണീറ്റാലും അവൾക്കുള്ള പണി ഇവിടെ റെഡിയാണ്. ഭാവി പഠിക്കാൻ ഉദ്ദേശമുണ്ടോ? നേരത്തെ എഴുന്നേറ്റ് പഠിക്കണം. പഠിക്കാനൊന്നും ഉദ്ദേശം ഇല്ലെങ്കിൽ എപ്പോഴും എഴുന്നേറ്റാൽ മതി. പിന്നീട് ഇതൊരു ശീലമാക്കാനേ പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ പഠിക്കാൻ നേരത്ത് തൊട്ട് എഴുന്നേക്കാന്ന് വിചാരിച്ചാൽ നടക്കില്ല. അതോ? അത് നമ്മൾ പിന്നെ ഓരോ ദിവസം കറിയൊക്കെ വെക്കുമ്പോഴേ ഓരോ സാധനം എടുക്കുമ്പം എന്തോരം ഉണ്ടെന്ന് തൂക്കി നോക്കാൻ വേണ്ടി. അടുത്ത് കാണിച്ചടി. അതായിരിക്കുന്നു. അതല്ല അവിടെ ഇരിക്കുന്നത്. അതെ. അവിടെ വെച്ച് കാണിക്കാം. അവിടെ വെച്ചിട്ട് ഇങ്ങനെ ഓണാക്കി. ഓണായില്ലേ? ബാറ്ററി പുറകെ ലൂസായിരുന്നു. സമയം നോക്കാനല്ലേ, തൂക്കം നോക്കാൻ. ഇത് കണ്ടോ, ഇത് എന്തോരം വെള്ളം ഉണ്ടെന്ന് അറിയണോ? ബാംഗ്ലൂർ ഉണ്ടോ? ഞാൻ എന്നാ ചെയ്തിട്ട് ഞാൻ വല്ല പണിയും പറയുന്നു കേട്ടോ. ഇവിടുത്തെ പണിയെല്ലാം തീർന്നല്ലോ. നീ തോരനും കൂടെ വെച്ചാൽ മതി. 9 മണിയായപ്പോൾ എൻ്റെ പണിയെല്ലാം തീർന്നു. കാപ്പിക്കുണ്ടാക്കി ദോശ 3 ദിവസം കൂടെ ഈ തോരനും കൂടെ ഉണ്ടാക്കി കഞ്ഞെടുത്തുണ്ട്. അതിപ്പോൾ വാർത്ത പണിയെല്ലാം തീരും. ഇതിൻ്റെ അല്ലടാ. അത് കയറിയിരിക്കണം. കഴിക്കണോ? വേണ്ടേ? കുഞ്ഞമ്മ ഇത്തപ്പനെ വിളിച്ചോ? കുറെ നാളെ ഇത്തപ്പനെ എവിടെ?
പേട്ടയില വരുന്നോ? കുളിച്ചോ? ഞാൻ കുളിച്ചു. ഇന്നലെ ചാച്ചി വന്നാതൊന്നു കേട്ടോ. ഇത് പറയുമാമ കൊണ്ടാണ്. ശങ്കരമാമനെന്ത്? ശങ്കരമാമനെ ദൂരെ. ഓഹോ, കുഞ്ഞുകുഞ്ഞുമ്മയുടെ മോളാണ്. കുഞ്ഞുമ്മയുടെ മോള് ശാമ്പവി. അല്ല അപ്പറട്ടെ കുഞ്ഞുമ്മ ധർമ്മതമ്മ പൊന്നു അഞ്ചന പൊന്നു അഞ്ചന പൊന്നൊക്കെ അറിയാവോ? ധർമ്മതമ്മയുടെ മോനെ ശങ്കരമാമൻ. ഞായറാഴ്ചയായിട്ട് ഒരു സുഖമില്ല, ഒരു എന്താ പറയുക, ഒരു മൂടില്ല. ശ്യാമളമ്മ ചേച്ചാച്ചൻ്റെ അടുത്ത് പോകാൻ വേണ്ടി ഇങ്ങനെ ഒരുങ്ങുന്നു. എൻ്റെ ഡ്രസ്സാണല്ലോ വെളിയിൽ കിടക്കുന്നത്. ശാമ്പവി കൊണ്ടിട്ടതായിരിക്കും കേട്ടോ. ഇവിടെ ബ്രഹ്മാസ്ത്ര കണ്ടുകൊണ്ടിരിക്കുകയാണ് കുഞ്ഞമ്മ. ചേട്ടാ നല്ല ഉറക്കം. നിങ്ങൾ ഞാൻ എന്നാ പറഞ്ഞേ? പോകുന്നുണ്ടോ എന്ന് ചോദിച്ചോ? പറ. ആ അപ്പൊ അമ്മ ചേച്ചാച്ചൻ്റെ അടുത്ത് പോവാ. അപ്പൊ നീ പൊക്കോന്നാ. നീ എന്നെ കൊണ്ട് പോണോന്നായിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞതാ പോകാന്ന്. മനസ്സിലായോ? എടുക്കാൻ പോവാ. ഉണ്ണണം. എന്നാ ഉറക്കാടിവേ? അല്ല 10 മണി കഴിഞ്ഞു. എല്ലാവരും എണീറ്റ് വന്നപ്പോൾ. എല്ലാവരും അല്ല, അവര്. അയ്യോ അല്ല, അത് ഉദ്ദേശിച്ചാണോ എൻ്റെ വലിയ മീൻ കഷ്ണമൊക്കെ എടുത്തത്? നടക്കില്ല മോനെ, നടക്കില്ല. പ്രത്യേകിച്ച് മീൻ. ആ ചക്ക തിന്നു എല്ലാവരും. ചക്ക തീർത്തു. എന്നാത്തിനാ അപ്പം ഈ തോരൻ എന്നാത്തിനാ ഞാൻ വെച്ചേക്കുന്നത്? പോയടി വേ. മഴ തീർന്നെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല ഏട്ടാ, എൻ്റെ പൊന്ന് ദൈവമേ വേണ്ട. എനിക്ക് ഇനിയും കമൻസിന് റിപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഇവിടെ വീണീനും എന്നിട്ട് അതിന് മുന്നേ നമ്മളവിടെ ഇറങ്ങിയപ്പോഴേ അമ്മ വിളിച്ചിട്ട് പറഞ്ഞില്ല ഞാൻ പോകുന്നില്ല എന്ന്. ആ അതെന്തോ മാറ്റി കാണും. അന്നേരേ പറഞ്ഞു ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞായിരുന്നു. അല്ല ഇവിടെ വന്നിട്ടല്ലല്ലോ പറഞ്ഞേ. ആണോ? ആ ചുമ്മാ പറയാതെ മാഷേ. ചോറുണ്ടിട്ട് ഇവിടെ നിന്ന് പോയാൽ മതി. ചോറിരിക്കുന്ന കറികളൊക്കെ ഇരിക്കണം. ശിവ തന്റെ ഉള്ളിൽ നിന്നും അഗ്നിയെ ജനിപ്പിച്ചു. പ്രണയത്തിന്റെ അഗ്നി ആദ്യ പ്രപഞ്ചത്തിലെ ഏറ്റവും ശക്തിശാലിയായ അസ്ത്രത്തെ ശാന്തമാക്കി മാറ്റി. ആ രാത്രി എനിക്കൊരു കാര്യം മനസ്സിലായി. പ്രണയത്തെക്കാൾ വലുതായി ഈ ലോകത്തിൽ ഒരു ബ്രഹ്മാസ്ത്രവുമില്ലെന്ന്. ചുമ്മാ പറയല്ലേ. നമ്മളെ കാറ് വെച്ച് സംസാരം. എടി അതല്ല, നീ പോ. ഞങ്ങള് വേറെ കാര്യങ്ങൾ പറഞ്ഞു. എന്റെ കാര്യങ്ങളോ വരുമ്പോ എവിടെ പോകാനായിട്ട്? പേട്ടയ്ക്ക് പിന്നെ പോകും. മഴയോ? യെസ്, മഴ. അപ്പൊ ടാറ്റ. ടാറ്റ. നീ എന്നാ? ഇനിയാ പോണെങ്കിലേ ഇടയ്ക്ക് വരും മോനെ.
ഈ ഇടയ്ക്ക് വരുമെന്ന് പറഞ്ഞ ലാസ്റ്റ് പോയത് ഒരു 2 വർഷം മുന്നല്ലേ? ഞാനായിരിക്കും ഉണ്ണിയുടെ കൊച്ചിന്റെ ബർത്ത്ഡേക്കാണ് വന്നത്. ഒന്നാം പിറന്നാളിന് വന്നു. രണ്ടാമത്തെ കൊച്ചിന്റെ 1 വയസ്സ് കഴിഞ്ഞു. ആ 2-3 വർഷമായി. എന്നാ എനിക്ക് താത്തിട എന്റെ കൈ ഇരിക്കല്ലോ. മോളോട് ഞാൻ പറഞ്ഞ ആരാ? ഗായത്രിയോ? അല്ലല്ല, ഓ അതില്ല. ചേർത്തി അനിയത്തും കൂടെ. ഓ സിപ്പോ. ഓ താങ്ക്സ്. താങ്ക് യു. ചക്കരഞ്ഞു വന്നേ. അമ്മ ശ്യാമളമ്മ ഇല്ലാതെ ഇതോ അല്ലല്ല, ശ്യാമളമ്മ ഇല്ലാതെ എങ്ങനെ ചേട്ടൻ ഇരിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. കുനിച്ചല്ല, എനിക്ക് നേരെയാണോ കാണുന്നത്? ഇവര് രണ്ടുപേരല്ലേ? ആ ഇവർ രണ്ടുപേരല്ലേ? ഇവരുടെ കാര്യം പറഞ്ഞത്. ഇവരിപ്പോ പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞതാ. വേറെ പണിയൊന്നുമില്ല. അപ്പുറത്ത് കളിക്കോ? താത്തിട്ടൊക്കെ ഞാൻ ഇട്ടോളാം. താത്തിട്. ചക്കയുടെ നല്ല മണം ചക്കപ്പഴത്തിന്റെ. ഇതിലെ അങ്ങോട്ട് പോകാം. അവിടെ താഴെ ഓട്ടോയ്ക്ക് പോകാം. എനിക്ക് വെയിൽ കൊള്ളാൻ കഴിയില്ല. ഇതിലെ അങ്ങോട്ട്. ഞായറാഴ്ചയല്ലേ ഓട്ടോ കണ്ട. എന്തൊരു വൃത്തിയാടാന്നറിയാത്. ആര് പൊങ്ങിയിരിക്കുന്നുണ്ടോ? വലിച്ചു പോലിടോ. കൊറ്റി അങ്ങോട്ട് വെക്കുന്നതാണോ? അവിടെ എത്തിക്കോട്ടെ, ഒരു കുഴപ്പമില്ല. അച്ഛനെ എതിരെ പോകാനാ പറഞ്ഞത്. ഇതിലെ കൂടെ പോയത് ഞായറാഴ്ച അവിടെ നിന്ന് കാര്യവട്ടം ഒന്നും കാണിയല്ല. അല്ല അങ്ങോട്ട് പൊക്കോ. അല്ലല്ല അത് കൂടെ ഇതിലെ കൂടെ പൊക്കുന്നോ. ചക്കയൊക്കെ വഴി കിടക്കുന്നോണ്ടേ തെന്നി അടിച്ച് വീഴരുത്. ഇല്ലില്ല. എന്തേലും ഒരാള് പറയുന്നത് നടന്നു പോണം. നാരാടി പോ. നാരാടി ഇവിടെ പൊക്കാടി. കൊച്ചു പോകുന്നുണ്ടോ? കൊച്ചു പോകുന്നുണ്ടോ? ആ താറാവുണ്ടേ. അതൊക്കെ ഉണ്ട്. താറാവുണ്ടെങ്കി വാ. ഒച്ച ഇടരുത്. അല്ലറല്ല വേണ്ട. ഇങ്ങ് വാ. നീ വരാ. നീ ഇങ്ങോട്ട് വാ. നിങ്ങൾ താഴെ പോയി ഇത് എടുക്കടി. ഏതാണ്ട് സിപ്പം മേടിച്ചോണ്ട് വന്നാ. സിപ്പം മേടിച്ചോണ്ട് വാ. ഞാൻ പോകുന്നില്ലെന്നോ? എടി ഞാനിന്ന് പോകുന്നില്ലെന്ന്. അപ്പൊ ഏതാറ് പോയാ പിന്നെ ആരുമില്ല കൂടെ ഇവിടെ നിങ്ങളടുത്ത്. ഞാനാണോ ഓഫ് ചെയ്യാം? ഐസ്ക്രീം ആണോ? നമ്മ ചുമ്മാ ചോദിച്ചതാ. കുഞ്ഞമ്മയുടെ ഇത് എടുക്കണേ. കൊട എടുത്ത് പിടിക്ക. വെയിലാ. എടി ആരും നീ മോള് പോയി പാൻറ്റിട്ടുണ്ട് വാ. എന്നാ അങ്ങോട്ട് പോയി പാല് മേടിച്ചിട്ടുണ്ട്. ഞാൻ അത് ചേട്ടാ എന്തിനു പോയി? കുഴപ്പമില്ലെന്നേ. എന്റെ പോലെ കയറിപ്പോ. നിനക്ക് അവരോടെ പോണെങ്കിൽ ഇത് മേടിക്കണ വരെയല്ലേ? ഇപ്പം നിന്ന് ഞാൻ തിരിക്കാം. അത് ഞാൻ ഇപ്പം ഞാൻ മേടിച്ചു കൊടുക്കാം. ഇനി നോക്കിയിരുന്നാച്ചാൽ മതി. ഇപ്പം അവരോട് അവിടം വരെ പോവുകയാണെങ്കിൽ ആ പാലും മേടിച്ചാൽ സിപ്പവും മേടിക്കാൻ ഞാൻ പറഞ്ഞാണോ? ഞാൻ പോകുന്നില്ല.
കയറി പിടിപ്പൊക്കെ. നിന്റെ അപ്പ അങ്ങനെ പലതും പറയും. അതിനെ കുട പിടിക്കാൻ ഇവിടെ ആരെ കൊണ്ട് പറ്റത്തില്ല. നീ അടി പാല് പിടിക്കാൻ പറഞ്ഞ കൊച്ചിനെ ഇവിടെ നിനക്ക് എൻ്റെ അത്തിൻ്റെതാ. എനിക്ക് അറിയാൻ പറ്റാണ്ടിരിക്കുക. ഇവളോട് എടി അവിടെ കാല് രാവിലെ ഒന്ന് ഇടറി. അന്നേരം തൊട്ട് പറഞ്ഞ കാല് നല്ല വേദന ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ അനക്കൊണ്ടായോ ഞാനിവിടെ വരെ പോകുന്നില്ല. നീനെതിരെ വരുന്നത്. ഓക്കെ നീ നല്ല തങ്കക്കുടം ആയതുകൊണ്ട് കൊണ്ടാട്ടാ. മനസ്സിലായോ? പോയി ഗൂഗിൾ വെക്ക്. പോ വേണ്ട, ഗൂഗിൾ വെച്ചാൽ മതി. എൻ്റെ വണ്ടി ഇവിടെ. നിനക്ക് വണ്ടിയുണ്ടോ? നോക്കടാ പൊക്കോണ്ട. കയറിപ്പോക്കോ കേട്ടോ. എവിടെ പോവാ? അവർക്ക് എന്തെങ്കിലും രഹസ്യമായിട്ട് പറയാനുണ്ടായിരിക്കും പുള്ളിക്ക്. ഇപ്പൊ വരുന്ന വഴിയാണോ? ഇന്ന് വരുന്ന വഴിയാണോ? ഒരു രഹസ്യമില്ല. ഇത് വരുന്ന വഴിയാണല്ലോ. ഞാൻ അന്ന് വരുമെന്ന് പറഞ്ഞിട്ട് പിന്നെ അല്ല തിരിച്ചു പോയി. അത് കഴിഞ്ഞ് ബൈക്കുമായിട്ട് വരുമെന്ന് പറഞ്ഞില്ലേ? ഏഞ്ചാറ് വരെ പോവാ. പോയിട്ട് വരും. വീട്ടിലുണ്ട്. തിരുവനന്തപുരംകാർ വെള്ളം കളിക്കായിരുന്നു. തന്നെയോ? ഞാൻ വഴി അവിടുന്ന് അവർ ഭാര്യയും ഭർത്താവും ഫാമിലി ആയിട്ട് വന്നാ ഇവിടെ സാധനമെല്ലാം മാറ്റി. അരുൺകുമാറിന്റെ വീടാണ്. അപ്പം ഞാൻ പറഞ്ഞു ഞങ്ങളുടെ വീടിനടുത്താണ്. അതിൽ ഞങ്ങൾ ഒന്ന് എനിക്ക് ആക്രിക്കര ഉണ്ടായാലും മേലോട്ട് കയറി പോയാൽ മതി. കാറ് കയറി പോയാലേ ഓട്ടോ വിളിച്ച് പോകണമെന്ന് പറഞ്ഞു. ഇപ്പം ഞങ്ങൾ പോകുന്നില്ല. ഞങ്ങൾ ആ റൂട്ട് ഒന്ന് കണ്ടുപിടിച്ച് അതിൽ തന്നെ പോവാം. റൂട്ട് കണ്ടോളാം. അത് കഴിഞ്ഞ് പിന്നെ ആരായിരുന്നു അറിയത്തില്ലോ. വീഡിയോ കാണുന്ന ആരായിരിക്കും? നിങ്ങളെ പിന്നെ യൂട്യൂബിലുള്ളവരാ. തിരുവനന്തപുരം. തിരുവനന്തപുരംകാരാ. റൂട്ട് കണ്ടുപിടിച്ചിട്ട് പോയി. അത് ആക്രിക്കട നോക്കിയിട്ട് അത് നോക്കിയിട്ട് പൊക്കോളാന്ന് പറഞ്ഞു. പോകുന്നതുകൊണ്ട് അടയാളം എവിടെ പോവായിരുന്നു അവര്? അവർ കിഴക്കോട്ട് പോയാ. ഞങ്ങൾ പോയിട്ടില്ല. സാധനം വാങ്ങി. കണ്ടോ ഞങ്ങളുടെ യൂട്യൂബിനകത്ത് അന്നെ കണ്ടിട്ടാണ് അന്നോടുള്ള സ്നേഹം. എന്നോട് പറഞ്ഞു ഞങ്ങളുള്ള സ്നേഹം പോലെ അന്നോട് സ്നേഹിക്കുന്നുണ്ട് ആൾക്കാർ. യൂട്യൂബില് കണ്ടായിരുന്നു. ചേട്ടൻ്റെ കട കണ്ടായിരുന്നു. പോയിട്ടില്ല. അത് വരെ ചെറിയ പണിയുണ്ട് വീട്ടിൽ. ഇവിടെ ഇടയ്ക്ക് നിന്നെ അവിടെ കയറ്റുവോന്ന്. എന്തേറ്റി
ഒട്ടക്കാവ് അവനെ നമ്മളെ അറിയത്ത് പോലും വന്നിട്ടുമില്ല കണ്ടില്ലേ 3 താടി ഇതിലെ ഏറ്റവും ഇളയ താടി ഇവനെ ഞാൻ ഇവിടെ റിട്ടയർ ആയി കഴിഞ്ഞ് ആദ്യം വന്നത് എനിക്കിപ്പോഴും ഓർമ്മ. ഇവൻ ബസ് സ്റ്റാൻഡിൽ ഇങ്ങനെ നടന്ന് ഇങ്ങോട്ട് വിടുക. ഞാനും ഗോപിയും കൂടെ അവിടെ കുരിശുപള്ളിയുടെ അവിടെ നിൽക്കുക. അന്നേരം ഇവർ താടി ഇത്രയേ ഉള്ളൂ. പിന്നെ ഗോപി എന്നോട് ചോദിച്ചു അപ്പോൾ സ്വാമിയെ അറിയാമെന്ന് ചോദിച്ചു കേട്ടോ. ഞാൻ ഇങ്ങനെ നോക്കിയിട്ട് എനിക്കൊരു പിടിയും കിട്ടിയില്ല. അന്നേരം പറയാം നിന്റെ അനന്തരവനാണ്. ഗോപി എന്നോട് പറയുക ഞാൻ കല്യാണം കഴിഞ്ഞൊക്കെ ഞങ്ങള് പോയച്ചൊക്കെ അതിന് മുമ്പ് എങ്ങനെ ഇരുന്നതായി അത് കഴിഞ്ഞ് താടിയൊക്കെ വെച്ചോണ്ട് ആ ചെറുക്കനാണോ ഞാൻ പറയുക. എന്ത് സുന്ദരനായിരുന്നു. സുന്ദരൻ ഇപ്പോഴും ഇതെല്ലാം എടുത്ത് മേക്കപ്പ് ചെയ്തെടുത്ത് കഴിയുമ്പോൾ പിന്നെ അത് അവനും അതെ ഈ താടി വളർത്തി എളുപ്പത്തിന് വേണ്ടിയിട്ടാ അല്ലടാ. ഇപ്പൊ എല്ലാവർക്കും താടിയാണ്. നല്ല താടിയുണ്ട്. നല്ല ഡ്യൂട്ടിക്ക് പോകുന്നവർക്കും ശരി നല്ലപോലൊക്കെ എനിക്ക് കേട്ടോ. അങ്ങനൊന്നും വിചാരിക്കണ്ട, കാലമൊന്നും കഴിഞ്ഞൊന്നുമില്ല. മനസ്സിന് നല്ല ഞാൻ പറയാം ചിലരോട് പറഞ്ഞ ചിലർക്ക് ഇഷ്ടപ്പെടുത്തില്ലെന്ന് പറയുക.
സന്ധ്യയ്ക്ക് മുമ്പ് പോകും. എല്ലാം തൊപ്പികളൊക്കെ ഇങ്ങനെ കുട്ടിയിടണം. എല്ലാം തൊപ്പികളൊക്കെ കുട്ടിയിടണം. തിരിച്ചടിക്കല്ലേ? അവര് അപ്പുറത്തൂടെ ഉള്ള വീടെല്ലാം കാണുക. എവിടെല്ലാം വീടുണ്ട്. പോന്നോളൂ. അല്ല ഞാനും പണ്ടത്തെ ആളാ. അതിനെന്തോ പിടിയാണെന്നറിയോ? കാണുന്നവരെല്ലാം ചോദിക്കുക കൊടുക്കുന്നു. ഇപ്പൊ ഇത് കാണാൻ പോലും എത്ര വർഷമായതാണെന്നറിയാമോ ഇതോ? അയ്യോ അവിടെ ഞങ്ങൾ ഉപയോഗിച്ചോ ഒത്തിരി വർഷമായി. എനിക്കൊന്നൊരു 30-35 വർഷമൊക്കെ ആയിട്ടുണ്ടായിരിക്കും. ഇതോ അവിടെ നിന്ന് കൊണ്ടതാണോ? വീട് നീയാനൊക്കെ എപ്പോഴും വരും രാവിലെ വരുമല്ലോ. என்ன 51, 52, 53, 54, 55, 56, 57, 58, 59, 60, 61, 63, 62, 63, 64, 65, 66, 67, 68, 69, പിന്നെ എന്റെ പേര് മാറ്റാണ്ടി 70, 71, 72, 73, 74, 75, 76, 77, 78, 79, 80, 81, 82, 83, 84, 85, 87, 89, 90, 91, 92, 93, 94, 95, 96, 97, 98, 99, 100. ചേച്ചിന്റെ വീട്ടിൽ കൊണ്ടുപോകാം. എന്നിട്ട് കക്കൂസിൽ ഒരു ബാത്തി ഇരിപ്പുണ്ട്. ആ കക്കൂസില് രാജാവ് മഹാരാജ് കാലഭൈരവൻ. പറ്റുമോ? ഞാൻ 100 വരെ എണ്ണാം. ഇത് മനസ്സിലായോ? ഞാൻ 100 വരെ എണ്ണും. ഒന്ന് രണ്ട് എണ്ണം അപ്പുറത്തെ അടി നാളെ 2-ാം തീയതി തിരുമലത്തില് ബാഗ് എവിടെയാടാ? മേളിലാണോ? എടുത്തോ? ഒപ്പ പോവാണേ. ഇറങ്ങുവാ. ഈ ലൈറ്റ് എടുത്തേ. ഇതല്ലേ
ആറില്ല ഞാൻ പറ്റില്ല. ഇല്ല, ഞാൻ പറ്റില്ല. പിന്നെ കരണ്ടെന്നാ എന്റെ മനസ്സിൽ വരുന്നത്. വണ്ടി പോവാ. ടാറ്റാ. ഏഴ് മണിക്ക് കേട്ടോ. എന്തിനാ എടുക്കാനുണ്ടോ? ജലനിധിയുടെ വെള്ളമേ നേരത്തെ ഒന്നുമില്ല, ഇപ്പം ഉപയോഗിച്ചോ. ജലനിധിയുടെ വെള്ളമേ വരുന്നത് അവിടെ മേളിൽ കയറി ടാങ്കിൽ കയറിയിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് നിറയുമ്പോൾ നിൽക്കും. അത് സെറ്റ് ചെയ്ത് പിന്നെ താഴോട്ടുള്ളത് ആ ടാങ്കിൽ നിന്ന് മറ്റേ കിണറ്റിലെ വെള്ളത്തിൻ്റെ ടാങ്കിൽ നിന്ന് മാറ്റി മാറ്റി കൊടുക്കാമെന്ന് ഉണ്ടാക്കി. ഇങ്ങോട്ട് പോയാൽ വേണ്ടി തന്നെയുള്ളൂ. മറ്റേ പട്ടി ഭയങ്കര ശല്യമാണോ, അവനെ പിടിച്ച് പൂട്ടിയിടണം. ചെരുപ്പോ?